ഹായ് ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ എന്താണ് ഔപ്പേർന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയാണ്. അപ്പം എൻ്റെ പേര് മഞ്ജിമ. ഞാൻ നാട്ടിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പറവൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പം കറൻലി ഞാൻ ജർമ്മനിലാണ്. ഇവിടെ ഞാൻ ഔപ്പേറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് എങ്ങനത്തെ രീതിയിൽ പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം എന്താണ് ഔപ്പേർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഔപ്പേർ വിസ എന്ന് പറയുമ്പോൾ ഈ വിസയുടെ വാലിഡിറ്റി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ വിസയുടെ വാലിഡിറ്റി വരുന്നത് ചിലത് 6 മാസം ഉണ്ടാവാം, 10 മാസം ഉണ്ടാവാം, ചിലത് 12 മാസം, അതായത് 1 വർഷം. കൂടുതലും 1 വർഷത്തായിരിക്കുള്ളൂ ഈ വിസ നമുക്ക് വരണത്, ഔപ്പേർ വിസ വരണത്. അതുപോലെ തന്നെ ഈ വിസ നമുക്ക് അടിച്ച് വരണത് തന്നെ, നമ്മൾക്ക് വന്ന വിസ അടിച്ച് വരുന്നത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കണ ഫാമിലിയുടെ അഡ്രസ്സിലായിരിക്കും നമുക്ക് ഈ വിസ അടിച്ച് വരണത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഔപ്പേർ വിസ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫ്രീ അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിരിക്കും. അതായത് ചില ഫാമിലി നിങ്ങളുടെ അടുത്ത് പറയും, ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരണതെന്നാണെങ്കിൽ ഇന്ത്യ ഫുഡ് ഇവിടെ വയ്ക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുക. ചിലവർ നമുക്ക് തന്നെ എഗ്രിമെൻറ്റിൽ ചിലവർ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊന്നും ഉണ്ടാവില്ല എന്ന്. കാരണം നിങ്ങൾ ജർമ്മൻ ഫുഡ് തന്നെ കഴിക്കണം എന്നുള്ള രീതിക്ക് അവർ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെന്താണ് ഈ വിസയിൽ വന്നിട്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലാംഗ്വേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണ 1 വർഷം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് പഠിക്കാം. അത് ഈ ഫാമിലിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഔപ്പേർ വിസയിൽ വരുമ്പോൾ നമുക്ക് ഒരു പോക്കറ്റ് മണി ആയിട്ട് ഈ ഫാമിലി നമുക്ക് തരും. അത് കൂടുതൽ വരുന്നത് 250 യൂറോ ആണ്. പിന്നെ ചിലവരതൊരു 320, 360 അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ചിലവർ 500 സംതിങ് വരെ ഈ പോക്കറ്റ് മണി നമുക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഈ വിസയിൽ വന്നാൽ സേഫാണെന്ന് ചിലവർക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം കുറേ പേരുടെ അനുഭവങ്ങളും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ചിലവർക്ക് ഈ വിസയിൽ വന്നിട്ട് കുറേ കഷ്ടപ്പെടുന്നവരുണ്ട്, അതേപോലെ തന്നെ നോർമലായിട്ട് പോണവരുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇത് 2ാമത്തെ ഫാമിലിയാണ് ഞാൻ ചൂസ് ചെയ്ത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് 2ാമത്തെ ഫാമിലിയാണ്. എനിക്ക് ആദ്യത്തെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫാമിലി മാറി ഇപ്പം ഞാൻ 2ാമത്തെ ഫാമിലിയിലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ സേഫാണെന്ന് വെച്ചാൽ സേഫാണ്. നിങ്ങൾ ഈ വിസയിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഫാമിലി ചൂസ് ചെയ്ത്, നാട്ടിൽ നിന്ന് ആദ്യം ഒരു ഫാമിലി ചൂസ് ചെയ്ത് നിങ്ങൾ ജർമ്മനിക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആ ഫാമിലി ഓക്കെ അല്ല, നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഒത്തു പോകാൻ പറ്റുന്നില്ലെന്നാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഫാമിലിനെ ചൂസ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പം നമുക്ക് കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരു നോട്ടീസ് പീരീഡ് 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് നമുക്ക് ഈ ഫാമിലി തരും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഫാമിലി ചൂസ് ചെയ്ത് മാറാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും. മാറാൻ പറ്റും. നമുക്ക് ഇവിടെ ജർമ്മനിലാണെങ്കിൽ തന്നെ കുറേ പേര് ഔപ്പേറിനെ പെട്ടെന്ന് വേണം എന്നുള്ള രീതിക്ക് സെർച്ച് ചെയ്യണവരുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും 14 ദിവസത്തിനുള്ളിൽ ഫാമിലി കിട്ടും. അതല്ല നിങ്ങൾക്ക് ഈ ഫാമിലി നിങ്ങൾ വന്നേക്കണ ഫാമിലി ഓക്കെ അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിനോട് എനിക്കിവിടെ ഓക്കെ അല്ല എന്ന് പറയണേക്കാൾ മുന്നേ തന്നെ വേണമെങ്കിൽ ഒരു ഫാമിലി ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ആ ഫാമിലിയുടെ അടുത്ത് നിങ്ങൾക്ക് എനിക്ക് ഈ വീട്ടിൽ ഓക്കെ അല്ല എന്ന് പറഞ്ഞാലും മതി. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും വരില്ല. പിന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഫാമിലി പേ ചെയ്യും. ചില ഫാമിലി എനിക്ക് തോന്നുന്നു ഒരു 30 യൂറോ, ചിലവർ 50 യൂറോ, അതിൽ കൂടുതൽ പേ ചെയ്യുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആദ്യത്തെ ഫാമിലി 30 യൂറോ ആണ് പേ ചെയ്തിരുന്നത്. എനിക്ക് ഈ ഫാമിലി 50 യൂറോ ആണ് പേ ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിസയിൽ വന്നു കഴിയുമ്പോൾ ഒരു ഡ്യൂട്ടി ഉണ്ട്.
ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പോക്കറ്റ് മണി ഫാമിലി തരണുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ ലാംഗ്വേജ് ഈ ഫാമിലി പഠിപ്പിക്കും, ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഈ ഫാമിലിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ടാവും. ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഡ്യൂട്ടി അല്ലെങ്കിൽ കടുത്ത പണികൾ അങ്ങനെയൊന്നല്ല കേട്ടോ. പണി ഇച്ചിരി കൂടുതലുള്ളവരുണ്ട്, പണി അധികം ഇല്ലാത്തവരും ഉണ്ട്. നമുക്ക് ഈ ഔപ്പർ വിസയിൽ വരുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ പ്രകാരം നമുക്ക് ഡ്യൂട്ടി ടൈം വരണത് ദിവസം 5 മണിക്കൂറും ആഴ്ചയിൽ 30 മണിക്കൂർ എന്താണ് നമുക്ക് വരണത്. ഓക്കെ, ഈ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം പരമാവധി ഒരു ദിവസമെങ്കിലും നമുക്ക് ലീവ് വേണമെന്നാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക റൂൾ അനുസരിച്ച്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 5 മണിക്കൂറേ വർക്ക് വരുള്ളൂ. ഈ 5 മണിക്കൂറിൽ കുറവുള്ളവരുണ്ടാവും, ചിലവർക്ക് കൂടുതലുള്ളവരുണ്ടാവും, ചിലർക്ക് ഫുൾ ഡേ വർക്കുള്ളവരുണ്ടാവും കേട്ടോ, ചിലപ്പോൾ ബേബി സിറ്റിംഗ് ഒക്കെ ഇട്ട്. അപ്പം ഞാൻ പറയട്ടെ, ഇനി എന്താണ് വർക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഔപ്പേഴ്സിനും എല്ലാ ഡ്യൂട്ടീസും സെയിം ആവണമെന്നില്ല, ചില ഡ്യൂട്ടീസ് മാത്രം സെയിം ആവാം. അതായത് കുട്ടികളെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവന്നാക്കണം, തിരിച്ചു കൊണ്ടുവരണം. ചിലവർക്ക് ഈ ഒരു ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ കുട്ടികളെ ഇട്ടിരുന്ന് കളിക്കണം. ചിലർക്ക് ഇതിൽ കൂടുതലുണ്ടാവുക അവിടുത്തെ ടേബിൾ ക്ലീനിങ് ഉണ്ടാവുക, അതേപോലെ തന്നെ ടേബിൾ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക, പിന്നെ കുക്കിംഗ് ഉണ്ടാവുക, ഡ്രസ്സ് ഫോൾഡിങ് ഉണ്ടാവുക, ഹൗസ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ടൈനപ്പ് പോലെ ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവുക. ഇതിനകത്ത് എല്ലാവർക്കും വരേണ്ട സെയിം ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കുട്ടികളെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവന്നാക്കുക, കിൻഡർ ഗാർഡനിൽ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, പിന്നെ വർക്ക് കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് നിങ്ങൾ നാട്ടിൽ നിന്ന് ചൂസ് ചെയ്ത് വരണ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെയാണ് ഈ ഫാമിലിയിൽ വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഫാമിലി ചൂസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഫാമിലീസൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നു. അതായത് ഇൻ്റർവ്യൂ പോലെ നടത്തിയപ്പോൾ നമുക്ക് ഈ ഔട്ടർ വിസ എന്ന് പറയുന്നത് 2 ടൈപ്പാണ് വരുന്നത്. ഒരെണ്ണം പിള്ളേരെ നമ്മൊന്ന് കെയർ ടേക്ക് ചെയ്യണ പോലെ, രണ്ടാമത്തത് ഇച്ചിരി ഓൾഡ് ഏജ് ആയിട്ടുള്ളവരെ നമുക്ക് കെയർ ടേക്ക് ചെയ്യണ പോലെ. അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഇങ്ങാട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായമായ ഒരാളെ കെയർ ടേക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിലെനിക്ക് ഡ്യൂട്ടി ഹവേഴ്സ് അവർ പറഞ്ഞിരുന്നത് ജസ്റ്റ് അയാളുടെ മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുക്കണം, അതുപോലെ തന്നെ പുറത്തൊക്കെ കൂടെ പോകണം, ആ ഒരു രീതിയായിരുന്നു. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേരെ നമുക്ക് കെയർടേക്ക് ചെയ്യണതാണ്. ഇത് രണ്ടാണ് നമുക്ക് ഈ ഔപ്പർ വിസ എന്ന് പറയുമ്പോൾ വരുന്നത്. ഒന്നില്ലെങ്കിൽ പ്രായമായവരാ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരാ. ഈ ഫാമിലി കൂടുതലും ഇങ്ങനെ ഒരു ഔപ്പേറിനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ കുറേ വർക്കൊന്നും ഇല്ല കേട്ടോ. ഇവർ 2 പേർക്കും വർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പിള്ളേർ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവന്നാക്കാൻ ഇവർക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. ചിലവർ 7 മണിക്ക് പോകണവരുണ്ടാവും, ചിലവർ 10 മണിക്ക് പോകണവരുണ്ടാവും. അപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ കൊണ്ടുവന്നാക്കണം, ജസ്റ്റ് ഈ കുട്ടീനെ കൊണ്ടുവരണം. പിന്നെ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യണവരായിരിക്കും ചിലപ്പോൾ ഈ ഫാമിലിയിലുള്ള പാരൻസ്. അപ്പം നമ്മൾ ഈ പിള്ളേരെ കൂടെ ഒന്ന് ഇരിക്കണം, കളിക്കണം. അതൊക്കെ തന്നെയാണ് എല്ലാ ഔപ്പേഴ്സിനും സെയിം വർക്കായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത്തെ ഫാമിലി ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില ഫാമിലീസ് നമ്മുടെ അടുത്ത് പറയും നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജിൻ്റെ ഫീസ് നമ്മൾ അടക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഔപ്പർ വിസയിൽ വരുമ്പോൾ ഫാമിലിയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഫീസ് അടക്കേണ്ടത്. ഇപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ പറയാനുണ്ടായിരുന്നു, അവക്കടെ ലാംഗ്വേജ് ഫീസിൽ നിന്ന് പകുതി എമൗണ്ട് അവളുടെ ഈ പോക്കറ്റ് മണി എന്നാണ് എടുത്തതെന്ന്. ഈ പോക്കറ്റ് മണി എന്ന് പറയുന്നത് നമുക്ക് തരണ ഒരു പോക്കറ്റ് മണി ആണല്ല. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ലാംഗ്വേജിൻ്റെ ഫീസ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് വരാം. അല്ലാതെ ഇവിടെ വന്ന് 1 മാസം വർക്ക് ചെയ്തതിന് ശേഷം പിറ്റത്തെ മാസം ഈ ഫാമിലി നിങ്ങളുടെ നിന്ന് ആ ഒരു പൈസ കുറച്ചിട്ടാണ് തരണേന്നാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സേവിങ്സ് ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ വരുമ്പോൾ എക്സാം എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സാം എഴുതാനുണ്ടാവും. അതായത് അടുത്ത ഒരു നഴ്സിങ്ങിന് പഠിക്കാൻ പോണവരാണെങ്കിലും പോകുമ്പോഴേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം നിങ്ങൾക്ക് എക്സാമിനൊക്കെ ആണെന്നാണെങ്കിലും ചിലവുണ്ടാവും.
അപ്പം നിങ്ങൾ ഇത് നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഫാമിലി അടുത്ത് ചോദിച്ച് അറിഞ്ഞു വരാം. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാ ഫാമിലിയും നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുത്ത് തരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫാമിലിയാണ് നമുക്ക് ആ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്, അതായത് 49 യൂറോ ടിക്കറ്റ് എടുത്ത് തരേണ്ടത്. ഓക്കെ. പിന്നെ ഈ ലാംഗ്വേജിൻ്റെ ഫീസും ഈ ഫാമിലിയാണ് നമുക്ക് തരേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കുക, ഫുൾ എമൗണ്ട് ഫാമിലി അല്ലേ എടുക്കുക. നിങ്ങൾക്ക് ഏകദേശം ഔട്ട്പെയർ എന്താണെന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഔട്ട്പെയർ എന്താണെന്ന് ഇതിൽ കൂടുതൽ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിക്ക് ഞാനത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒന്ന് ഇച്ചിരിയും കൂടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇത്രയുള്ള എൻ്റെ വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയുന്ന രീതിയും ശരിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും ഇത്രക്കുള്ള എനിക്കിപ്പോൾ ഔട്ട്പെയറിനെ കുറിച്ച് പറയാൻ. ഇതിൽ കൂടുതൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്, ഞാൻ ചെയ്തു തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയണമെന്നാണെങ്കിലും ഒന്ന് പറ, ഞാൻ ചെയ്തു തരാം. അപ്പം എല്ലാവർക്കും ബൈ. പോലെ പിന്നൊരു കാര്യം, ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.